വെള്ളാപ്പള്ളി മോശം പറഞ്ഞാൽ മോശവും ശരി പറഞ്ഞാൽ ശരിയും എന്ന വാചകത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കടന്ന് വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുന്നു എന്നത് ഒരു പുതിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, മലപ്പുറത്ത് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശവും പ്രചാരണവും വസ്തുതാപരമല്ല എന്ന് പറയാതെ പറയുന്നുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി. നമുക്ക് CPM ഈ കാര്യത്തിൽ എടുക്കുന്ന പൊസിഷൻ അറിയാം. ആ പൊസിഷൻ അപ്പുറം പോകാതിരിക്കാൻ ഗോവിന്ദ മാഷ് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അമൃത, നിഷാദ്, വെള്ളാപ്പള്ളി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലപ്പുറത്തെ ഒരു വിഭാഗം ആളുകളുടെ, ഒരു സമുദായം ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ്. അവർക്ക് അവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറയുന്ന സ്ഥിതിക്ക് അതിലെന്തെങ്കിലും ഒരു അന്വേഷണമോ പരിശോധനയോ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അല്ല, അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് മലപ്പുറത്ത് ഒരു വിഭാഗം ആളുകൾക്ക് ജീവിക്കാൻ ശ്വാസം മുട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭരണപരാജയമല്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പരാജയവും ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ മലപ്പുറത്ത് അങ്ങനെ ഇഷ്യൂ ഇല്ല എന്നാണ്. വെള്ളാപ്പള്ളി മലപ്പുറത്തെക്കുറിച്ച് പറയുന്നത് നുണയാണ്, വ്യാജമാണ്, വർഗീയമാണ് എന്നൊക്കെ പറയാൻ CPM തീരുമാനിച്ചിട്ടില്ല. അമൃത, CPMന് അങ്ങനെ തീരുമാനമില്ല. വെള്ളാപ്പള്ളി എല്ലാവർക്കും അറിയാം, മലപ്പുറത്ത് ഏറ്റവും മികച്ച സൗഹാർദ്ദ ജീവിതങ്ങളുള്ള ഇന്ത്യയിലെ തന്നെ പ്രദേശങ്ങളിലൊന്നാണ് മലപ്പുറം എന്നത് അവിതർക്കിതമായിട്ടുള്ള ഒരു സംഗതിയാണ്, നമുക്കറിയാം. ആ മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറയുന്നത് വസ്തുതാപരമല്ല എന്നത് ഏതാണ്ട് എന്താ സാധാരണ മനുഷ്യന്മാർക്കെല്ലാം അറിയാം. പക്ഷേ അത് വസ്തുതാപരമല്ല, അത് വർഗീയമാണ്, സവിശേഷ ഉദ്ദേശമുള്ളതാണ് എന്ന് അങ്ങനെ ഒരു കടത്തി പറയാനും ആഞ്ഞു വിമർശിക്കാനും CPM തയ്യാറാവുന്നില്ല. അപ്പം നോക്കൂ, അന്ന് തൊഗാഡിയ എന്ന് വിളിച്ചില്ലേ നൗഷാദ് മാൻഹോളിൽ വീണ് മരിച്ചപ്പോൾ നൗഷാദിന് 10 ലക്ഷം രൂപ കൊടുത്തത് വർഗീയമാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയോട് തൊഗാഡിയയാണ് നിങ്ങൾ, കേരള തൊഗാഡിയ എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അന്ന് പറഞ്ഞ ആ തൊഗാഡിയ പരാമർശം ഇപ്പം തിരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ ചോദിക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞു. ഇന്ന് ആ സാഹചര്യം അതുപോലെ നിലനിൽക്കുന്നുണ്ടോ? കാലചക്രം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെയുള്ളതാണ് സെക്രട്ടറി ചോദിക്കുന്ന ആ കാര്യം. എന്ന് വെച്ചാൽ അന്ന് തൊഗാഡിയ എന്ന് വിളിച്ച അതേ ഒരു ഷാർപ്നെസ്സിൽ ഇന്ന് ഈ വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ ഇപ്പോഴും തയ്യാറാവുന്നില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഫൈനലി അമൃത, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എക്സ്ട്രീമിസം ആൻഡ് വിഭജനവാദം അതിനോട് കടുത്ത സമീപനം എടുക്കാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് അസംബ്ലിയിലേക്കും CPM പാറ്റുന്നത് എന്നാണ് ആഫ്റ്റർ ഓൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ തന്ത്രത്തെ ഇതിനെ എങ്ങനെയാണ് നിഷാദ് കാണേണ്ടത്? നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി നേരിട്ട് നിൽക്കുകയാണ് LDF എന്നുള്ള കാര്യം. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഈ ധ്രുവീകരണ ശ്രമങ്ങൾ ജനങ്ങൾ കാണുന്നില്ലേ, പൊതുജനങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ വലിയൊരു തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ഇതൊന്നും പാർട്ടി വിലയിരുത്തുന്നില്ല എന്നാണ്. നോക്കണം, CPM ഇത് ഈ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡയലൂഷൻ ഇതിനകത്തൊക്കെ എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നതിനനുസരിച്ച് നോക്കിയാൽ വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാതിരിക്കുക വഴി ഈഴവ സമുദായത്തിന്റെ ആകെ സെന്റിമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെള്ളാപ്പള്ളിയാണ് എന്ന് CPM ഇപ്പോഴും വിചാരിക്കുകയാണോ എന്ന് സംശയമുണ്ട്. വെള്ളാപ്പള്ളി നമുക്കറിയാലോ, വെള്ളാപ്പള്ളി തോൽപ്പിക്കുമെന്ന് പറഞ്ഞ ആരും തോറ്റ ചരിത്രമില്ല എന്ന് പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി വിജയിപ്പിക്കുമെന്ന് പറഞ്ഞ ആൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കേരളത്തിന്റെ ഒരു പൊതുവായ ചരിത്രം പരിശോധിച്ചാൽ കാണേണ്ട കാര്യം. വെള്ളാപ്പള്ളി ഈ തെരഞ്ഞെടുപ്പിൽ ആകമാനം നടന്ന് പറഞ്ഞ വർഗീയത പ്രതിഫലിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ UDFനെ തെരഞ്ഞെടുത്തു. VD സതീശനെയും മുസ്ലിം ലീഗിനെയും എല്ലാം ചീത്ത പറഞ്ഞിട്ടും മുസ്ലിം ലീഗ് വലിയ വിക്ടറി മലപ്പുറത്തുണ്ടാക്കി.